Hello guys, welcome to another video of Stories by Coming Up, and this is my first vlog. ഞാനിപ്പോൾ ഉള്ളത് സൗദി ഡിഫൻസ് ഷോ 2026 അറ്റ് റിയാദ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ കാണിക്കാണ് നിങ്ങൾക്ക്. ഇവിടുത്തെ പുതിയ ടെക്നോളജീസ്, പുതിയ അഡ്വാൻസ് സിസ്റ്റംസ്, അഡ്വാൻസ് ഫ്ലൈറ്റർ ജെറ്റ്സ്, ഹെലികോപ്റ്റേഴ്സ് ആൻഡ് റോയൽ എയർഫോഴ്സസ്, പിന്നെ അഡ്വാൻസ് ആയിട്ടുള്ള മിലിറ്ററി എക്യുപ്മെൻറ്റ്സ്, വെപ്പൺസ് ആൻഡ് വെൽ ഡെവലപ്ഡ് സിവിൽ ഡിഫൻസ്, അതുപോലെ തന്നെ പുതിയ ടെക്നോളജീസും. ഞാൻ ആക്ച്വലി ഇതൊരു പാട്ടായിട്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പ്ലാൻ. കാരണം ഇത് അത്യാവശ്യം ലെങ്ത് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് എനിക്കത് മനസ്സിലായത്. വീഡിയോ ഓൾമോസ്റ്റ് ഒരു 70 മിനിറ്റ്സോളം വീഡിയോ ഉണ്ട്, അതായത് 1 hour 10 minutes. വീഡിയോ ഷോർട്ട് ചെയ്ത് ഞാൻ 50 minutes ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇതൊരു ഇൻട്രഡക്ഷൻ വീഡിയോ ആയിട്ട് കണ്ടാൽ മതി. ഞാൻ ഒരു ബ്രീഫ് വേൾഡ് ഡിഫൻസ് ഷോനെ കുറിച്ചിട്ട് പറഞ്ഞുതരാം. എന്താണ് വേൾഡ് ഡിഫൻസ് ഷോ, എവിടെയാണ് ഡിഫൻസ് ഷോ നടക്കുന്നത്, ആരെല്ലാം ഡിഫൻസ് ഷോ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത്, ഡിഫൻസ് ഷോ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ എന്തെല്ലാം നമുക്ക് കിട്ടും. And first of all, the exhibition were held in Riyadh Exhibition Center at Saudi Arabia. The exhibition was held for 5 days. പിന്നെ എക്സിബിഷൻ നടന്നത് February 8 to February 12 ആണ് 2026. ഡിഫൻസ് ഷോ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ എന്ത് കിട്ടും, ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ വീഡിയോ. സോ വീഡിയോസ് മുഴുവൻ കാണാൻ ശ്രമിക്കുക. ഇതേപോലെ നല്ല നല്ല വീഡിയോസിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് പാകിസ്ഥാൻ്റെ റോയൽ എയർഫോഴ്സ് ആണ്. ടേക്ക് ഓഫ് ആവുന്നതിന് മുമ്പുള്ള വീഡിയോ ആണ് ആക്ച്വലി. അവിടെയുള്ള എല്ലാ ഹെലികോപ്റ്റേഴ്സിൻ്റെ ലീഫും ഇതേപോലെ കയർ ഉപയോഗിച്ച് എല്ലാ എയർഫോഴ്സസ് ആർമീസും ടൈ ചെയ്യുന്ന കണ്ടിരുന്നു. ഈ ഹെലികോപ്റ്റേഴ്സ് നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ അവിടെ കാണാം നമ്മളെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിൽ മറ്റേ കാണുന്ന പോലത്തെ സെയിം ഹെലികോപ്റ്ററാണ്. സൈഡിൽ നിന്ന് ബുള്ളറ്റിലും വരുന്നത്. പിന്നെ അവിടെ കാര്യമായി കുറേ എയർ ഷോസ് ഉണ്ടായിരുന്നു. സൗത്ത് ഇന്ത്യ ഉണ്ടായിരുന്നു, സൗത്ത് കൊറിയ ഉണ്ടായിരുന്നു. ഞാൻ സെക്കൻഡ് പാർട്ടിൽ എന്തെങ്കിലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇവിടെ ഒരുപാട് ഫൈറ്റർ ജെറ്റ്സ് കാണാൻ പറ്റി. അഡ്വാൻസ്ഡ് ആയതും പുതിയതും പഴയതായ കുറേ ഫൈറ്റർ ജെറ്റും അതിൻ്റെ ഷോസും ഫൈറ്റർ ജെറ്റ് ക്യാരി ചെയ്യുന്ന വെപ്പൺസും അത് സ്റ്റോർ ചെയ്യുന്ന പ്ലേസും എല്ലാം നമുക്ക് കാണാൻ പറ്റി നേരിൽ തന്നെ. പക്ഷെ അതൊന്നല്ല, ഞാൻ ഏറ്റവും ഷോക്കായി കണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫൈറ്റർ ജെറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതിൻ്റെ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ എഞ്ചിൻ എങ്ങനെ ഓഫ് ചെയ്യുന്നുള്ള കാര്യമാണ്. അത് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് നേരിൽ കാണിച്ചു തരാം. അവരൊരു ബക്കറ്റ് യൂസ് ചെയ്തുകൊണ്ടാണ് അതിൻ്റെ എഞ്ചിൻ ഓഫ് ചെയ്യുന്ന രീതി ഞാൻ കണ്ടത്. സത്യം പറയാമല്ലോ, ഞാനത് കണ്ടിട്ട് ഷോക്കായിപ്പോയി. ഒരു എഞ്ചിൻ ഓഫായി പുതിയൊരു അറിവില്ല എല്ലാവർക്കും. ഇതൊരു സൗദി അറേബ്യയിലെ ഡിഫൻസ് സിസ്റ്റമാണ് ആക്ച്വലി. ഇതിൻ്റെ ഒരു സെപ്പറേറ്റ് ഡീറ്റെയിൽ വീഡിയോ ഞാൻ എന്തെങ്കിലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇറാനല്ലോ ഇസ്രായേലിലേക്ക് ഡ്രോൺ ഇറക്കിയെന്ന് അറിയുന്നില്ലേ? ഇന്ന് സാധനം കണ്ടിട്ടാലോ, ഇതന്നെ സാധനം കണ്ടോ, ഇതാണ് ഡ്രോൺ. ഞാൻ നേരത്തെ കാണിച്ചത് സെയിം സാധനം. അത് ഇറാൻ യൂസ് ചെയ്യുന്ന മോഡൽസ് അല്ല, പക്ഷേ അതും ഡ്രോൺ തന്നെയാണ്. ഇറാൻ യൂസ് ചെയ്യുന്നത് വേറൊരു ടൈപ്പ് ഡ്രോൺസ് ആണ്. ഡിസൈൻസിൽ തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. പിന്നെ ഓരോ ഡ്രോൺസിനും ഓരോ സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. ലൈക്ക്
ഈ കാണുന്ന എയർബസിൻ്റെ പേരാണ് A400M അറ്റ്ലാസ്. ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അറ്റ് എ ടൈം ഇതിനൊരു 117 സോൾജേഴ്സിനെ കൊണ്ടുപോകാൻ പറ്റും. അതല്ലാണ്ട് ഇതിന് വേറെ കുറേ സ്പെസിഫിക്കേഷൻസും കാര്യമൊക്കെ ഉണ്ട്. പിന്നെ ഇതിനെ ഫ്ലൈയിങ് ടാങ്കേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് എയറിൽ തന്നെ വെച്ച് ഇത് റീഫിൽ ചെയ്യാൻ പറ്റും. നമ്മൾ ആക്ച്വലി ഇപ്പോൾ ന്യൂസിലെല്ലാം കണ്ടിട്ടും കേട്ടിട്ടുണ്ടാവും. അതായത് US-ൻ്റെ എയർ ബോംബർ വിമാനം മിഡ് എയറിൽ വെച്ച് തന്നെ റീഫിൽ ചെയ്തെന്ന്. അതിന് റീഫിൽ ചെയ്യാൻ യൂസ് ചെയ്യുന്ന എയർ ബസ്സാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. മിനി മിൽഷ്യയിൽ കാണപ്പെടുന്ന എല്ലാ ഗണ്ണും ഇവിടെയുണ്ട്. ഈവൻ ഡബിൾ ബാരിയർ അടക്കം. ഡബിൾ ബാരിയർ ആയിരുന്നു എൻ്റെ മിനി മിൽഷ്യയിലെ ഫേവറേറ്റ് ഗൺ. അത് ഇവിടെ നിങ്ങൾക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടായി. ഇത് ആക്ച്വലി ഒരു എയർക്രാഫ്റ്റ് എഞ്ചിനാണ്. മേ ബി ഫൈറ്റർ ജെറ്റിനാണോ എയർ ബസ്സിനാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഓണസ്റ്റായിട്ട് അറിയില്ല. മിനി മിസൈലുകൾ ഇതാണ് ഞാൻ അവിടെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മിസൈൽ. മേ ബി ഇതായിരിക്കും ബലിസ്റ്റിക് മിസൈലോ അല്ലെങ്കിൽ ഹൈപ്പർസോണിക് മിസൈലോ, ഏതാണെന്ന് നിങ്ങൾക്ക് കറക്റ്റ് അറിയില്ല. ആയിഷ് എന്ത് രസമല്ലേ, നോക്കിയേ. ഇതേപോലെ ഷോ കേസിൽ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അല്ലേ? പലതരം പല മോഡൽ. ഇപ്പം അത് ഡ്രോൺ തോന്നുന്നത് രണ്ടും. ആക്ച്വലി റിയലുള്ള മോഡൽ കണ്ടു. അല്ല സ്നൈപ്പർ ഒക്കെ ഇത് ആക്ച്വലി ഡെമോ ആണ്. ഇതിൻ്റെ ഒറിജിനൽ സാധനം അവിടെ പുറത്തുണ്ട് റൺവേയിൽ. അതിൻ്റെ വീഡിയോ എന്താ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ കറക്റ്റ് ചെയ്താണ്. ഇതൊരു ബ്രാൻഡ് ലൈക്ക് ടാറ്റ മഹീന്ദ്രയിലുള്ള പോലെ. ഇത് സാമി എന്നൊരു ബ്രാൻഡില്ല മെയിൻ സാധനം. ഇത് അവരെ മെയിൻ കാര്യമായ ഹൈടെക് സാധനം. അതിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ടാവും. ഇതിൽ നോക്കിയാൽ കാണാൻ പറ്റില്ല അതിൻ്റെ ഫീച്ചേഴ്സ്. ഇത് ആക്ച്വലി റൊണാൾട്ടിൻ്റെ ഒരു സർവൈലൻസ് ആയിട്ട് ഉള്ളൊരു വാനാണ് ആക്ച്വലി. ഇതിൻ്റെ അകത്ത് നമുക്ക് അവിടെ നിന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. ആ പർപ്പസിന് യൂസ് ചെയ്യുന്ന ഒരു റൊണാൾട്ടാണ് ആക്ച്വലി. ഞാൻ ഷോക്കായി റൊണാൾട്ടിൻ്റെ അകത്ത് ഇത്രയെല്ലാം സ്പെസിഫിക്കേഷൻ കണ്ടിട്ട് ആക്ച്വലി. ഇത് ആക്ച്വലി ഒരു എയർബസിൻ്റെ കോപ്പിറ്റ് എങ്ങനെ ഉണ്ടാവുമെന്ന് കാണിക്കുന്ന ഒരു ഡെമോ ആണ് ആക്ച്വലി. ഇതിലെല്ലാം നമുക്ക് കാണാൻ പറ്റും. ലാൻഡിങ് ഗിയേഴ്സ്, അതിൻ്റെ മൊത്തം കൺട്രോളിങ് മൊത്തം ഇവിടുന്ന് നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ കോപ്പിറ്റിനെ കുറിച്ചിട്ട് അറിയാവുന്ന ആൾക്കാർക്ക് ഇത് കണ്ടാൽ മൊത്തമായിട്ട് ഐഡിയ കിട്ടും. ഇത് ഓരോ യൂസ് ചെയ്യുന്ന ബുള്ളറ്റ്സാണ് ആക്ച്വലി. അതിൽ വരുന്ന ഓരോ ബുള്ളറ്റ്സും സ്പെസിഫിക്കേഷൻ ടൂൾസിൽ ഇതിലുണ്ടാവും. മീഡിയം കാലിബർ, അതിൻ്റെ കണ്ടന്റ് മേലെ പ്ലേ ആവും എന്താണ് സാധനം. അപ്പോൾ ഇതിലുള്ള ഏതെങ്കിലും സാധനമായിരിക്കും ഇത്. കണ്ട ഇത് നോക്കിയാൽ കാണും അതേതാ സാധനം. ഇതിലെല്ലാം ഉണ്ട് പ്രൊജക്ഷൻസ്, എങ്ങനെ ഒരു സാധനം നടക്കും എല്ലാം ആ സാധനമാണ് ഉള്ളത്. അതിൻ്റെ വർക്കിംഗ് വീഡിയോ ആണ് ഇതിൽ കാണുന്നത്. അതിൻ്റെ വർക്കിംഗ് ആണ്. ഈ മോഡൽസാണ് 2018 യൂസ് ചെയ്ത മോഡൽ 19